ഹാഷ്മി, ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോകാം. വി ഡി സതീശൻ KPCC ആസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ AK ആന്റണിയുടെ വസതിയിലേക്കാണ് പോകുന്നത്. AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്താനാണ് വി ഡി സതീശൻ പോകുന്നത്. ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ അവിടെ നിന്ന് ചേരുകയാണ്. ഷഫീദ്, മുതിർന്ന നേതാക്കളെയൊക്കെ നേരിട്ട് കാണുന്നു. നിയുക്ത മുഖ്യമന്ത്രി AK ആന്റണിയുടെ വസതിയിലേക്ക് എത്തി അദ്ദേഹം, അല്ലേ? അല്പസമയം മുൻപ് KPCCയിലെ സന്ദർശനം പൂർത്തിയാക്കിയപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ AK ആന്റണിയുടെ വസതിയിലെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ പ്രത്യേകതകളുള്ള ഒരു കൂടിക്കാഴ്ച ഇതിനെ കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ അത്തരത്തിൽ കോൺഗ്രസിന്റെ നേതൃപദവിയിലേക്ക് എത്തുന്ന ഏത് നേതാവും AK ആന്റണിയെ കാണുക പതിവാണ്. ഇപ്പോൾ വഴുതക്കാടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വി ഡി സതീശൻ എത്തിയിരിക്കുന്നു. മാത്രമല്ല, നമുക്കറിയാം ഈ ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ തീരുമാനമടക്കം അറിഞ്ഞപ്പോൾ ജനവികാരമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെടണമെന്നുള്ളതായിരുന്നു AK ആന്റണിയുടെ നിലപാട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു നന്ദി പ്രകടനം എന്നതിനപ്പുറത്തേക്ക് എങ്ങനെ സംസ്ഥാനത്തിന്റെ അധികാരം മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എങ്ങനെ സംസ്ഥാനത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. മാത്രമല്ല, വി ഡി സതീശനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ AK ആന്റണിയുമായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞാൽ അദ്ദേഹം അടുത്തതായി കാണാൻ പോകുന്നത് VM സുധീരനെയാണ്. ഈ രണ്ടു നേതാക്കളും, ഈ മൂന്ന് പേർ തമ്മിൽ VD, RC അതേപോലെ തന്നെ KC അടക്കം മൂന്ന് നേതാക്കൾ തമ്മിലുള്ള ഈ തർക്കം, മുഖ്യമന്ത്രി തർക്കം വന്ന സമയത്ത് ഈ രണ്ട് നേതാക്കളും എടുത്ത നിലപാട് വളരെ നിർണായകമാണ്. രണ്ടാം ഘട്ടത്തിലാണ് VM സുധീരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹം പറയുകയും ഒക്കെ ചെയ്തു. എന്നാൽ AK ആന്റണിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. AICC നിരീക്ഷകർ എത്തിയപ്പോൾ തന്നെ ഈ കേരളത്തിന്റെ ഒരു സാഹചര്യം അത് വ്യക്തമാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പ്രത്യേകിച്ച് വി ഡി സതീഷിന് അനുകൂലമായി കേരളത്തിൽ ഒരു ജനവികാരമുണ്ട് എന്നടക്കമുള്ള തരത്തിൽ ചില കാര്യങ്ങൾ AK ആന്റണി സൂചിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അതടക്കം വി ഡി സതീഷിന് ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ നിർണായകമായതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ നിലവിൽ ഇപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള സന്ദർശനത്തിന് ആ വിധത്തിലുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ VM സുധീരന്റെ വീട്ടിലേക്കായിരിക്കും വി ഡി സതീശൻ പോവുക. അതിനുശേഷം നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിയമസഭയിലേക്ക് പോകും. ഏതായാലും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശത്തിന്റെ, വലിയ അഭിമാനത്തിന്റെ നിമിഷമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഏതാണ്ട് 10 ദിവസത്തിലധികം നീണ്ട അനിശ്ചിതാവസ്ഥ അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം വി ഡി സതീശനെ മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 7:30 ഗവർണറെ കോൺഗ്രസ് നേതാക്കൾ കാണും. അതിനുശേഷം സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലെ സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് 4 മണിക്ക് UDF യോഗവും ചേരുന്നുണ്ട്. ഏറ്റവും പെട്ടെന്ന് ക്യാബിനറ്റ് രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും AK ആന്റണിയെ സന്ദർശിക്കുകയാണ് വി ഡി സതീശൻ. വി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ കാര്യത്തിലുള്ള എഫേർട്ടുകളുടെയും ഒരു വില അത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവിയിലൂടെ കിട്ടിയിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരുന്ന, അദ്ദേഹത്തെ കാത്തിരുന്ന, അദ്ദേഹത്തിൽ പ്രതീക്ഷ വെച്ചിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക്, കോൺഗ്രസ് അണികൾക്ക്, കോൺഗ്രസ് അനുഭാവികൾക്ക്, അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർക്കൊക്കെ സന്തോഷം പകരുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് 10 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഉണ്ടായി. അതും വലിയ സന്തോഷമായി അവർ കാണുന്നുണ്ട്. എന്തായാലും ഈ കൂടിക്കാഴ്ച നിർണായകമാണ്. അതിനപ്പുറത്തേക്ക് ഒരു മുതിർന്ന നേതാവിനെ കാണുന്നു എന്നതിനപ്പുറത്തേക്ക് വി ഡി സതീശനെ ജനവികാരം അടക്കമുള്ള കാര്യങ്ങൾ, ജനങ്ങളുടെ വികാരം, തെരുവിലെ പ്രതിഷേധം, ഫ്ലക്സ് യുദ്ധം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏതാണ്ട് കൂടിക്കാഴ്ച ഉടൻ പൂർത്തിയാകും. അതിനുശേഷം വി ഡി സതീശൻ പുറത്തേക്ക് മടങ്ങും. ഒരു പക്ഷേ AK ആന്റണിയും വി ഡി സതീശനും ഈ വീട്ടിലിന്റെ മുൻപിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. മറ്റു കോൺഗ്രസ് നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെയുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഒരുപക്ഷേ AK ആന്റണി ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ VT ബൽറാമിനെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. AK ആന്റണിയുടെ പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും വഴുതക്കാട്ടുള്ള AK ആന്റണിയുടെ വീട്ടിൽ ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയിരിക്കുന്നു. അദ്ദേഹം VM സുധീരനെ കൂടി ഇന്ന് കാണുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം പിന്നീട് കന്റോൺമെന്റ് ഹൗസിലേക്ക് മടങ്ങി അദ്ദേഹത്തെ ആശംസിക്കാനെത്തുന്ന മറ്റു നേതാക്കളെ കാണുക എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് MP, VT ബൽറാം അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. പോലീസ് കോൺവേയോടുകൂടിയാണ് ഇപ്പോഴത്തെ നിയുക്ത മുഖ്യമന്ത്രിയുടെ സഞ്ചാരം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാൻ, ഈ പ്രഖ്യാപനത്തിന് ശേഷം സുരക്ഷ ഒരുക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും കോൺഗ്രസ് പ്രവർത്തകർക്ക്, കോൺഗ്രസ് അനുഭാവികൾക്ക്, കോൺഗ്രസ് അണികൾക്കൊക്കെ വലിയ ആവേശം പകരുന്ന ഒരു കാഴ്ചയാണ്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ അതിന്റെ ഓളം, അതല്ലെങ്കിൽ അതിന്റെ ആരവം, ആഘോഷം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടു. അല്പസമയം മുൻപ് ഇന്ദിരാഭവനിൽ വലിയ ആവേശത്തോടു കൂടിയാണ് കന്റോൺമെന്റ് ഹൗസിൽ നിന്നെത്തിയ വി ഡി സതീശനെ പ്രവർത്തകർ സ്വീകരിച്ചതിന് ശേഷം ഈ AK ആന്റണിയുടെ വസതിയിലേക്ക് മടങ്ങാൻ പോയ വി ഡി സതീശൻ ഏതാണ്ട് മിനിറ്റുകൾ നീണ്ട സമയത്ത് തിരക്ക് നിയന്ത്രിച്ചിട്ടാണ് പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇറങ്ങാൻ സാധിച്ചത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും AK ആന്റണി അതേപോലെ തന്നെ VM സുധീരൻ അടക്കമുള്ള ആളുകളെ കണ്ട് അവരിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചവരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും വി ഡി സതീശൻ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ നിയമസഭയിലേക്ക് പോവുക. അനുജ, അസിത.
ശരി, അപ്പോൾ മുതിർന്ന നേതാക്കളെ കാണാൻ എത്തിയിരിക്കുന്നു നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യം എത്തുന്നത് ഏറ്റവും മുതിർന്ന നേതാവ് എ കെ ആന്റണിയുടെ വഴുതക്കാട്ടെ വസതിയിലേക്കാണ്. അതിനുശേഷം വി എം സുധീരനെ കാണും. ഈ നേതാക്കളുടെയൊക്കെ നിലപാട് വളരെ പ്രധാനമായിട്ടുണ്ട് വി ഡി സതീശൻ എന്ന പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേരുന്നതിൽ എന്നതാണ് നമുക്കൊക്കെ ലഭിച്ചിട്ടുള്ള സൂചനകൾ. അപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ മറ്റൊന്ന് ഏറ്റവും മുതിർന്ന നേതാക്കളെ കാണുക, അവരുടെ അനുഗ്രഹം വാങ്ങുക, അഭിപ്രായങ്ങൾ തേടുക, ഇത്തരം കീഴ്വഴക്കങ്ങളൊക്കെ വി ഡി സതീശനും പാലിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം എത്തിയിട്ടുള്ളത് മുൻ മുഖ്യമന്ത്രി കൂടിയായ എ കെ ആന്റണിയുടെ വസതിയിൽ, അതിനുശേഷം വി എം സുധീരന്റെ വസതിയിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.